അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെയാണ് ചെറുപ്പക്കാരിരുന്ന് പഠിക്കേണ്ടത്. മുന്നോട്ട് പോകും തോറും നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം അതുപോലെ ഉണ്ടാവണം എന്നില്ല. കാരണം നമ്മളിന്ന് കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം, ഇന്ന് നോക്കൂ, നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ഏറ്റവും വലിയ രോഗമുള്ള സാധനം. ഇന്നിപ്പോൾ കുടിക്കുന്ന വെള്ളം, നിങ്ങൾ ഒരു കരിമ്പ് ജ്യൂസ് കഴിച്ചാൽ തന്നെ കിഡ്നി പോകാൻ വേറെ ഒന്നും വേണ്ട. കാരണം ഉള്ള വയലിൽ മുഴുവൻ യൂറിയയും പൊട്ടാഷ്യം കൊണ്ടുപോയിട്ട് ഇതൊക്കെ അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ യൂറിയ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കും. ഇന്നിപ്പം പൈപ്പ് വഴി കിട്ടുന്ന വെള്ളം തന്നെ മുഴുവൻ കെമിക്കലാണ്, ആണോ? അടുത്തടുത്തുള്ള വയലുകളിലൊക്കെ കൊണ്ടുപോയി കെമിക്കലിട്ടാൽ അതിൻ്റെ ഒരു അംശം പാടത്തുള്ള ആ വയലിൽ ഇടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഈ ഉറവകളിലേക്ക് അതൊന്നും ചേരില്ല. എന്താ മിണ്ടാത്തത്? യൂറിക് ആസിഡ് എന്തുകൊണ്ട് കൂടി വരുന്നു ശരീരത്തിൽ? ഇന്നിപ്പോൾ യൂറിക് ആസിഡ് കൂടി വരുന്ന കാലമാണ്. ഒരുവിധം എല്ലാവരുടെ ശരീരത്തിലും എല്ലാവർക്കും വയറ് പെട്ടെന്ന് അപ്സെറ്റ് ആവണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും വൊമിറ്റിംഗ് വന്നു, അത് വന്നു, ഇത് വന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം ശരിയല്ല. കഴിക്കുന്ന ആഹാരമാണെങ്കിൽ മലയാളികൾ ഒരുവിധം പണിയെടുക്കാത്തതുകൊണ്ട് തമിഴ്നാട്ടുകാരുണ്ടാക്കി തരണം നമുക്ക്. അവരുണ്ടാക്കിയിടുന്ന ഉള്ള പൊട്ടാഷ്യം മറ്റൊക്കെ ഇട്ടുള്ള വലിയ വലിയ കുമ്പളം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ അത്ര വലിയൊരു കുമ്പളം ഇവിടെ ഉണ്ടാവില്ല. അതൊക്കെ കഴിച്ച് നമ്മളും കുമ്പളം പോലെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മൾ ആരോഗ്യത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം തരുന്ന സാധനങ്ങളാണോ കഴിക്കുന്നത്? ഇതൊന്നും മിണ്ടാത്ത നിങ്ങൾ ആണോ? സത്യം പറയൂ, നിങ്ങൾ ആരോഗ്യം തരുന്ന സാധനങ്ങളാണോ കഴിക്കുന്നത്? ആണോ? ഇല്ല. അപ്പോൾ കുറേ കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേ പറ്റുള്ളൂ. ഇതേപോലെ നമ്മൾ മെൻ്റലി നോക്കുകയാണെങ്കിൽ ബന്ധങ്ങളൊക്കെ എന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? മക്കളുണ്ടാവുമോ? പറയൂ. പണ്ട് കാലത്ത് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവെങ്കിലും കൂടെ ഉണ്ടാവും. ഇന്നിപ്പോൾ അതും ഉറപ്പില്ല. അതെപ്പോഴാണ് പോവുക എന്നുള്ളത്, ആണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? എന്തെങ്കിലും ഉറപ്പുണ്ടോ കാര്യം ജീവിതത്തെക്കുറിച്ച്? ആരോഗ്യം കൂടെ ഉണ്ടാവും, സ്നേഹിക്കുന്നവർ കൂടെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ? പറയൂ. അപ്പം മനുഷ്യന് ഇത് നമുക്ക് വ്യക്തമായാൽ ആരോഗ്യം കൂടെ ഉണ്ടാവണം എന്നില്ല, സ്നേഹിച്ചവരും കൂടെ ഉണ്ടാവണം എന്നില്ല. അത് മരിക്കണം എന്നൊന്നുമില്ല. മരിക്കണം, ചെറിയൊരു തെറ്റിദ്ധാരണ മതി ഇന്നത്തെ കാലത്ത്, ആണോ? നിങ്ങൾ നോക്കൂ, ഒരു എമ്പുരാൻ മതി മോഹൻലാലിൻ്റെ ജീവിതത്തിൽ പണിത് കൊടുക്കാൻ. എത്ര വെട്ടിയിരിക്കണം അതിനിപ്പോൾ, ഇല്ലേ? കട്ട് ചെയ്ത് ഇനിയിപ്പം എമ്പുരാനൊക്കെ കൂടി എമ്മുണ്ടാവും. ഒരു പുരാൻ മാത്രമാണോ അറിയില്ല. അതുപോലെ അതാണ് ജീവിതം. ഇതുപോലെ ജീവിതത്തിൽ നമുക്ക് പുറമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലാവണം എന്നില്ല ജീവിതം. അപ്പോൾ പിന്നെ എന്താണ് ജീവിതം? ഇവിടെയാണ് ഭാഗവതം നമ്മളോട് പറയുന്ന ഒരു മാർഗം. അതാണ് സത്യം പരം ധീമഹി. ഇതാണ് ഭാഗവതത്തിൻ്റെ വലിയൊരു മെസ്സേജാണ്, സത്യം പരം ധീമഹി. ശരിക്കത് അങ്ങനെയല്ല പറയേണ്ടത്, പരം സത്യം ധീമഹി എന്നാണ്. പരമമായ സത്യത്തെ ഞങ്ങൾ ധീമഹി, പരം സത്യം ധീമഹി. ഒന്ന് പറയൂ എല്ലാവരും, പരം സത്യം ധീമഹി. ഒന്നുകൂടി പറയൂ, പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സത്യത്തെ ധ്യാനിക്കുന്നു. എന്തിനാണ്? ആ വാക്ക് വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ സത്യം, സത്യമേവ ജയതേ, ഇതൊക്കെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത്. സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. ഉപനിഷത്ത് മെസ്സേജാണത്. മനസ്സിലായില്ലേ? ഭാഗവതത്തിൽ കൃഷ്ണാവതാര സമയത്ത് പറയും, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ നേത്രം ഹൃദസത്യനേത്രം സത്യസ്യ സത്യം ഹൃദസത്യ സത്യാത്മകം ത്വാം ശരണം പ്രപന്ന എന്നിങ്ങനെ കൃഷ്ണാവതാര സമയത്ത് സത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 8ഓളം സത്യത്തെ പറഞ്ഞുകൊണ്ട് വ്യാസഭഗവാൻ പറയും. അപ്പം ഇവിടെ പറയുന്നത് പരം സത്യം ധീമഹി. എന്താണ്? പരമമായ സത്യത്തെ ഞങ്ങൾ ധീമഹി. അപ്പോൾ പരമമല്ലാത്ത സത്യത്തെ ധീമഹി ആണെങ്കിലോ, അല്ലെ ധ്യാനിച്ചാലോ, അത് ജീവിതത്തിൽ ദുരിതങ്ങളും
ദുഃഖങ്ങളുണ്ടാക്കും. അപ്പം പരമമായ സത്യത്തെ തന്നെ ധ്യാനിക്കണം. ഏതിനെ? പരമമായ സത്യത്തെ ധ്യാനിക്കണം. അപ്പം സത്യത്തിൽ രണ്ടെണ്ണം ഉണ്ട്. പരമം എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പല്ലേ പരമമല്ലാത്തതും ഉണ്ട് എന്നുള്ളത്? മനസ്സിലായില്ല? ഇത് ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് നിങ്ങളോട് ചോദിക്കണം AC ഹാളിൽ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AC അല്ലാത്ത ഹാളും ഉണ്ടെന്ന് ഉറപ്പായില്ലേ? മനസ്സിലായില്ല? സ്പെഷ്യൽ ഊണ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു വഷൾ ഊണും ഉണ്ട് എന്നുള്ള ഉറപ്പല്ലേ? സ്പെഷ്യലിൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇല്ലേ? ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു സാധാ ചായ അവിടെ ഉണ്ട് എന്നർത്ഥം. ഇതുപോലെ പരം സത്യത്തെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥം പരമമല്ലാത്തതും അവിടെ ഉണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ നമുക്ക് രണ്ട് സത്യങ്ങളുണ്ട്. ഇതിനെ പറയാം പരം അപരം എന്ന് പറയും. എന്താണ്? പരമെന്നും അപരമെന്നും. ഭാരതത്തിലെ ഋഷിവര്യന്മാർ ചിരപുരാതന കാലം മുതൽക്ക് തന്നെ പറയുന്നുണ്ട് ഇവിടെ രണ്ട് വിദ്യകൾ അറിയേണ്ടതുണ്ട്. ദ്വേ വിദ്യേ വേദിതവ്യേ. There are two knowledge everyone has to learn. രണ്ട് വിദ്യകൾ പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? പരം ച അപരം എന്നാണ്. പരമമായ വിദ്യയും അപരവിദ്യയും. വിദ്യയെ രണ്ടായിട്ട് വേർതിരിച്ചവർ ഭാരതീയരാണ്. അപ്പം ഈ രണ്ട് വിദ്യകളാണ് പരാവിദ്യയും അപരാവിദ്യ. ഈ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദ്വേ വിദ്യേ വേദിതവ്യേ. രണ്ട് വിദ്യകൾ പഠിക്കേണ്ടതുണ്ട്. പരാച്ച അപരാച്ച. പരാവിദ്യയും പഠിക്കണം, അപരവിദ്യയും പഠിക്കണം. എന്താണ് ഈ അപരവിദ്യ? അപരം എന്ന് പറഞ്ഞാൽ പരമമല്ലാത്തത്, അതല്ലേ അതിൻ്റെ അർത്ഥം? ഈ അപരാവിദ്യയാണ് പൊതുവെ ഭൗതിക വിദ്യ എന്ന് പറയാം. ഇന്നത്തെ എഡ്യൂക്കേഷൻ, ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നുള്ള കാര്യങ്ങൾ, ടെക്നോളജി എല്ലാം ഇതിൽ വരുന്നതാണ്. ഈവൻ മെഡിസിൻ പോലും വരുന്നത് പരാവിദ്യയല്ല, അത് ഏതിലാണ്? അപരാവിദ്യയിലാണ്. ഈ പരാവിദ്യയും അപരാവിദ്യയും വേണ്ട പോലെ നമുക്ക് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിന്ന് അപരാവിദ്യയാണ് പരമവിദ്യയായിട്ട് കാണുന്നത് ആളുകൾ. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഒരു ധാരണ എഡ്യൂക്കേഷനായി കഴിഞ്ഞാൽ എല്ലാം ആയി, അവരെല്ലാം അറിഞ്ഞു എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു ധാരണയിൽ അവർ ജീവിക്കുന്നത്. അപ്പം അപരാവിദ്യയും, ആ വാക്ക് നിങ്ങൾ പറയണം, പരാവിദ്യയും, ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പം പരാവിദ്യ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പരാവിദ്യ എന്ന് പറയുന്നത് പരമമായ വിദ്യ. ഏതിനെക്കുറിച്ചായിരിക്കും? ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരൊറ്റ വാക്കുകൊണ്ട് ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഏതൊന്നുള്ളത് കൊണ്ടാണോ ബാക്കിയുള്ളതൊക്കെ പഠിക്കാൻ സാധിക്കുന്നത്, അതാണ് പരാവിദ്യ. കൂടെ വന്നില്ലേ നിങ്ങൾ? അതായത് നമുക്ക് ഏത് വിദ്യയും പഠിച്ചെടുക്കണമെങ്കിൽ നമ്മളത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഏത് വിദ്യയും പഠിച്ചെടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ചോദിക്കും, മനസ്സിലായോ നിനക്ക്? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇതൊക്കെ മനസ്സിലാക്കാൻ ഏത് വേണം? കൂടെ വന്നില്ല. ഇത് മനസ്സിലായോ എന്നിങ്ങനെ ആവർത്തിക്കില്ലേ ടീച്ചർമാർ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഹാവ് യു അണ്ടർസ്റ്റുഡ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ഏത് വേണം? ശ്രദ്ധ വന്നില്ലേ നിങ്ങൾക്ക്? പരയൊക്കെ വിടൂ, അപരയൊക്കെ വിടൂ. നിങ്ങൾ ക്ലാസ്സിൽ സ്കൂളുകളിൽ ടീച്ചർ ചോദിക്കുകയാണ്, ഇത് മനസ്സിലാവുണ്ടോ? ആർ യു ഫോളോയിങ്? ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ആർ യു അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു ബുദ്ധിയും മനസ്സും വേണ്ടേ? വേണ്ടയോ? ഒരു ബുദ്ധിയും മനസ്സും ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നോക്കൂ നിങ്ങൾ, ബുദ്ധിയും മനസ്സിനെയും ആസ്പദമാക്കിയിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ കൂടെ വരുന്നില്ല. ബുദ്ധിയെയും മനസ്സിനെയും ആസ്പദമാക്കിയിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബുദ്ധിയും മനസ്സും ശരിക്ക് ഇൻഡാക്റ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് അല്ലെങ്കിൽ അതിന് ശ്രദ്ധ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. ഏതാണ്? പഠിക്കുന്നതിൽ ശ്രദ്ധ വേണമെന്ന്. അതിൽ കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ, അതിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ
അതിലൊരു കൺവിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് പഠിച്ചിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. എന്നാൽ ഈ മനസ്സിനെയും ബുദ്ധിയെയും കോൺഫിഡൻസ് ഉള്ളതാക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ആ മനസ്സിനെ വളരെ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡാക്കാൻ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ നമുക്കുണ്ടോ? കൂടെ വന്നില്ല. ഇപ്പം കത്തി ഉള്ളത് കൊണ്ടാണ് പലതും നമ്മൾ മുറിക്കുന്നത്. ഈ കത്തിയെ മൂർച്ച കൂട്ടാനാണ് നമ്മൾ ഒന്നുകിൽ കല്ലിലിട്ട് ഉരയ്ക്കുന്നത്, അല്ലെങ്കിൽ അരം കൊണ്ടൊക്കെ അതിനെ നല്ലവണ്ണം നമ്മൾ അല്ലേ ഷാർപ്പൺ ചെയ്യുന്നത്. എന്നതുപോലെ ഈ മനസ്സും ബുദ്ധിയും ഷാർപ്പല്ലെങ്കിൽ ബാക്കി എന്ത് പഠിച്ചിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. അപ്പം ഈ മനസ്സിനെയും ബുദ്ധിയെയും ഒന്ന് ഷാർപ്പനാക്കാൻ, ആ മനസ്സിനെയും ബുദ്ധിയും കോൺഫിഡൻ്റ് ഉള്ളതാക്കാൻ, ആ മനസ്സിനെയും ബുദ്ധിയെയും ശരിയാക്കിയെടുക്കാൻ അതിന് വല്ല വിദ്യകളുണ്ടോ? കൂടെ വന്നില്ല. അങ്ങനെ വല്ല വിദ്യകളും നമ്മൾ പഠിക്കണ്ടോ? കുട്ടികൾ ഉണ്ടോ? ഇല്ല. അപ്പം ആ വിദ്യയെ നമുക്ക് എന്ത് വിളിക്കാം? പരാവിദ്യ. കത്തി കൊണ്ട് പലതും മുറിക്കുന്നത് അപരാവിദ്യയാണ്. കത്തിയെ നമ്മളെ കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ കത്തിയെ ഷാർപ്പൻ ചെയ്യുന്നത് പരാവിദ്യ. അപ്പം ഇവിടെ ഏതാണ് കത്തി? മനസ്സും ബുദ്ധിയും കൊണ്ടാണ് ബാക്കി പലതും നമ്മൾ പഠിക്കുന്നത്. ആ മനസ്സിനെയും ബുദ്ധിയെയും കുറിച്ച് വേണ്ടത് പഠിക്കുന്നതിൻ്റെ പേരാണ്, അവർക്ക് പറയൂ, പരാവിദ്യ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ആത്മീയ വിദ്യ, ആധ്യാത്മിക വിദ്യ. എന്താണ്? നിങ്ങൾ നോക്കൂ, ഹിന്ദുമതത്തിൽ ഈ കാര്യം അത്ര ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് ഹിന്ദുമതം. ഇന്ന് ഹിന്ദുമതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഇസ്ലാമിക മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് വളർന്നു വരുന്നത്. ഇത് നമ്മുടെ കാരണവന്മാരുണ്ടാക്കിയ വലിയ അബദ്ധമാണ്. അവരൊക്കെ ദൈവം ഓറിയൻറ്റഡ് റിലീജിയനാണ്. പ്രാർത്ഥിക്കുക ദൈവത്തോട്. ആരാ ദൈവം എന്നൊന്നും അറിയണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പള്ളികളിൽ പോവുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് അവരുടെ പ്രധാനം. അതിനെന്ത് വേണം? ദൈവത്തിൽ വിശ്വസിക്കണം. എന്ത് വേണം? അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അവർക്ക് പറയൂ, വിശ്വസിക്കണം. അപ്പം വിശ്വാസം, പ്രാർത്ഥന, വിശ്വസിക്കുക. ശരിയാണോ ഞാൻ പറയുന്നത്? അതാണ് ഈ സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവം. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ മൂന്നാമത്തതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങൾക്ക് നല്ലത് തരും എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ദൈവത്തിനെ തൃപ്തിപ്പെടുത്തിയാൽ ദൈവം എല്ലാം തരും. ദൈവത്തിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് പാര വയ്ക്കും, ദൈവം നിങ്ങൾക്ക് കഷ്ടപ്പാട് തരും. ശരിയല്ലേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മതം. ഇത് സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവമാണ്. ഏത്? ദൈവത്തെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം തൃപ്തനായാൽ വേണ്ടതെല്ലാം ദൈവം തരുമെന്ന ഒരു സങ്കല്പത്തിൽ, വിശ്വാസത്തിൽ ആണോ അല്ലയോ? അവർക്ക് പറയൂ നിങ്ങൾ. ഇതല്ല ഹിന്ദുമതം. ഹിന്ദുമതം ഒരു ഗാഡ് ഓറിയൻറ്റഡ് റിലീജിയൻ അല്ല. ഇറ്റ് ഇസ് എ മൈൻഡ് ഓറിയൻറ്റഡ് റിലീജിയനാണ്. അതെവിടെയോ നമുക്ക് പാളിച്ച പറ്റി. ആരും ഇത് പ്രോപ്പർലി പറഞ്ഞെന്നില്ല. ഞാൻ പറയുന്നത് വളരെ അതോറിറ്റേറ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീതയിൽ 8-ാം അധ്യായം ഗീത കയ്യിൽ വെക്കണം. ഭഗവത്ഗീത കയ്യിൽ വെച്ചാലേ ഞാൻ പറയുന്നത് മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികൾ ഗീത പഠിക്കണം. കാരണം നമ്മൾ ലോകത്തിൻ്റെ കയ്യിലില്ലാത്തൊരറിവ് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു അറിവ് കൊണ്ട് വേണം നമ്മളെയും ആവിഷ്കരിക്കാൻ, മീൻസ് നമ്മളെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ, മറ്റുള്ളവർക്കും അവരുടെ കഴിവും സാധ്യതകളും കണ്ടെത്താനുള്ള ഗൈഡൻസ് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളുടെ ഒരു വലിയ നിധി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ഒക്കെ ഒന്ന് പരമമായ സത്യത്തിലേക്ക്, പരം സത്യം എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതിനോർക്കണം? കൂടെ വരണം നിങ്ങൾ. ഏതുള്ളത് കൊണ്ടാണോ ബാക്കിയുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്? ഏതുള്ളത് കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്? എപ്പോഴും കത്തി ഓർക്കുക.
ഏതൊന്നുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളതെല്ലാം നുറുക്കാൻ സാധിക്കുന്നത്? കത്തിയുള്ളത്. ആ കത്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന, അതിനെ ഷാർപ്പൻ ചെയ്യുന്ന വിദ്യയാണ് പരാവിദ്യ എന്ന് നമ്മളൊരു എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഇതുപോലെ ഏതൊന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാം മനസ്സിലാക്കുന്നത്? ഏത് വേണം? എല്ലാം മനസ്സിലാക്കാൻ എനിക്ക് എന്ത് വേണം? മനസ്സും ബുദ്ധിയും. ആ മനസ്സിനെ മനസ്സിലാക്കുന്ന വിദ്യയാണ് പരാവിദ്യ അല്ലെങ്കിൽ അധ്യാത്മവിദ്യ. നിങ്ങൾ നോക്കൂ, ഗീതയിൽ 8-ാം അധ്യായത്തിൽ കൃഷ്ണൻ 3-ാമത്തെ ശ്ലോകത്തിൽ പറയും, അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്യതേ. സ്വഭാവം, അധ്യാത്മം എന്നാൽ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. സ്വഭാവം എവിടെയിരിക്കുന്നത്? കണ്ണിലോ മൂക്കിലോ വായിലോ അല്ലല്ലോ. എവിടെ നിന്നാണ് സ്വഭാവം വരുന്നത്? ഒരാളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നമ്മൾ പറയും അവൻ്റെ മനസ്സ് ശരിയല്ല, അവളുടെ മനസ്സ് ശരിയല്ല എന്ന് പറയും. അങ്ങനെയല്ലേ പറയുക? ആണോ? അപ്പം സ്വഭാവം മനുഷ്യൻ്റെ മനസ്സുമായി റിലേറ്റഡാണ്. ആണോ? പറയൂ നിങ്ങൾ. അപ്പം സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് അധ്യാത്മം എന്ന് പറഞ്ഞാൽ. മനസ്സിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് ഏത്? കൂടെ വന്നില്ലേ നിങ്ങൾ? അധ്യാത്മവിദ്യ, പരാവിദ്യ എന്നൊക്കെ പറയണത്. അപ്പം നോക്കൂ, ഇതൊരു ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ തൃപ്തിപ്പെടുത്ത കാര്യം നേടുന്ന ഒരു മതമല്ല ഏത്? അവർക്ക് പറയൂ, ഹിന്ദുമതം. ഹിന്ദുമതം എന്ന് പറയുന്നത് മനസ്സിനെയും ബുദ്ധിയെയും കുറിച്ച് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആ ഒരു വിദ്യയുടെ, സംസ്കൃതിയുടെ പേരാണ് ഹിന്ദു സംസ്കാരം. മനസ്സിൻ്റെ മതമാണ് ഹിന്ദു സംസ്കാരം. മനസ്സിനെ മനസ്സിലാക്കുന്ന മതമാണ് ഹിന്ദു സംസ്കാരം. മനസ്സിലായില്ലേ? ഇവിടെ മനസ്സാണ് വിഷയം. ജന്മാദി, നിങ്ങൾ നോക്കൂ, ഇനി ആ ജന്മം എന്നുള്ള ഭാഗവതത്തിലെ 1-ാമത്തെ വരി വീണ്ടും ആവർത്തിക്കാം. ജന്മാദ്യസ്യ യഥോന്വയാദിതരതച്ച അർത്ഥേഷഭിജ്ഞസ്വരാട്. ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലേ, കാരണം നിങ്ങൾ അത്ര പലരും ഇത് പഠിച്ചവരല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു തലത്തിൽ ഇതിങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുകയാണ്. ഇപ്പം ജന്മാദി തുടങ്ങുന്നത് എവിടുന്നാണ്? ജന്മാദി. ഇപ്പം ഈ ജന്മം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക നിങ്ങൾ, നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, അമ്മയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞ് വന്നു. ആ കുട്ടിയുടെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ, കുട്ടിയുടെ മനസ്സ് ഉണരുന്നേ ഇല്ല എങ്കിൽ ആ കുട്ടി ജനിച്ചതായിട്ട് കണക്കാക്കുമോ? 2 ദിവസമായി, 3 ദിവസമായി കുട്ടി ഒരു കോമാ സ്റ്റേജിലാണ്. 5 ദിവസമായി, 6 ദിവസമായി, 7 ദിവസമായി കുട്ടിയുടെ മൈൻഡ് ഉണരുന്നില്ല. കുറേ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇമ്പോസിബിളാണ്. അപ്പോൾ ആ കുട്ടി ജനിച്ചിട്ടുണ്ടോ? ശരിക്കും ജനിച്ചിട്ടുണ്ടോ? ലൈഫിലേക്ക് ജനിച്ചിട്ടുണ്ടോ? ഫിസിക്കലി ജനിച്ചിട്ടുണ്ടാവും, പക്ഷേ ലൈഫിലേക്ക് ജനിച്ചിട്ടുണ്ടോ? കമോൺ. അപ്പം നമ്മൾ ഇപ്പോൾ രാവിലെ നമ്മളെ ഉണരുന്നു, ഡെയിലി നമ്മുടെ ജന്മം നോക്കൂ നിങ്ങൾ. രാവിലെ ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് ഉണരുന്നതിനെയല്ലേ ഉണരുക എന്ന് പറയണത്? മനസ്സിലായില്ല? ശരീരം ഉണരണമെങ്കിൽ ആരുണരണം? മനസ്സുണർന്നില്ലെങ്കിലോ? മനസ്സുണർന്നില്ല, രാവിലെ ഉണരുന്നില്ല, ശരീരം ഉണരുമോ? അവർക്ക് പറയൂ. അപ്പം ജന്മം തുടങ്ങുന്നത് എവിടുന്നാണ്? എവിടുന്നാണ് ജന്മം തുടങ്ങുന്നത്? മനസ്സിൽ നിന്നാണ്. നമ്മൾ പൊതുവെ ശരീരത്തെ അല്ലേ ജന്മമായിട്ട് കണക്കാക്കുക? ആണോ? അപ്പം ശരീരം പോലും ഉണരണമെങ്കിൽ ആരുണരണം? മനസ്സുണരണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ 2 ശരീരമുള്ളവരാണ്. സ്ഥൂല ശരീരവും പറയൂ സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരമായ മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് പരം വിദ്യ, അല്ലെങ്കിൽ പരമമായ സത്യം. പരം സത്യം ധീമഹി. പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പം എന്തിനാണ് ആ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നത്? അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ ശരിയായ സ്വരൂപത്തെയും സാധ്യതകളെയും ശക്തിയും ഒക്കെ നമുക്ക് മനസ്സിലാവുക. നമ്മളെക്കുറിച്ച് ശരിക്കും പഠിക്കുമ്പോഴാണ് നമ്മളെത്രമാത്രം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്, വൈവിധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
വാസ്തവത്തിൽ നമ്മളെ വഴിതെറ്റിച്ചത് മുഴുവൻ ഇന്നത്തെ വിദ്യാഭ്യാസമാണ്. നമ്മുടെ വിദ്യാഭ്യാസം, ഋഷിവര്യന്മാർ തന്ന വിദ്യാഭ്യാസം ഓരോരുത്തരെയും കഴിവുള്ളവരും കരുത്തുള്ളവരുമാക്കുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളെ വിദ്യാഭ്യാസം നോക്കുക എവിടെ എത്തിയിരിക്കുന്നത്, കുട്ടികളെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? കൂടുതൽ ടെൻഷൻ. ഇന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ടെൻഷൻ, സ്ട്രെസ്സ്, ഇല്ലേ, ആണോ, ആങ്സൈറ്റി എന്ന് പറയുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ ഉറക്കമില്ല, പേടി വരുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, പേടി നമ്മുടെ കുട്ടികളിൽ വരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചൊരു വിദ്യാഭ്യാസം ശരിക്കുള്ളൊരു വിദ്യാഭ്യാസമാണോ? സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ. അവരുടെ കഴിവാണോ വളർന്നു വരുന്നത്, അതോ അവരിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു യന്ത്രം പോലെ പണിയെടുക്കുന്ന ഒരു മിഷ്യനാണോ അവരെ ആക്കിയെടുത്തത്? ഒരു മിഷൻ പോലെയാണോ അവരെ ആക്കിയെടുക്കുന്നത്? പറയൂ. ഇന്ന് നമ്മുടെ കുട്ടികളിലേക്ക് നോക്കും. മനുഷ്യത്വം, കുറേ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ഒരു യന്ത്രം പോലെ, ഇല്ലേ, ആണോ അല്ലയോ? ഇപ്പം നിങ്ങൾ നോക്കും, പണ്ട് കാലത്ത് നമ്മൾ ചക്കിലാട്ടുന്ന എണ്ണ ഇപ്പോഴും ഉണ്ടായിരിക്കും പലയിടത്തും, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്, ഇല്ലേ? ഇവിടെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? പാലക്കാടൊക്കെ ധാരാളം ചക്കിലാട്ടുന്ന എണ്ണ, ഇല്ലേ? ഇപ്പോഴും ഉണ്ട്, പക്ഷേ കുറവാണ്. അപ്പോൾ ഈ ചക്കിലാട്ടുന്ന എണ്ണയിൽ ആ കാള എങ്ങനെ നടത്തിച്ച് കൊപ്രയോ അല്ലെങ്കിൽ എള്ളോ കാട്ടിയെടുക്കും. ഒരിക്കൽ അതിലങ്ങോട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ചും ചെയ്യാനില്ല. ഒരു സ്റ്റെപ്പ് തിരിയുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ട് അതങ്ങനെ കറങ്ങി ഇരുന്നാൽ മതി, അല്ലേ? ഇപ്പുറത്ത് എന്ത് നടക്കും? എള്ളോ അല്ലെങ്കിൽ കൊപ്രയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ ആടി മീൻസ് അതെല്ലാം അതിലെ ജ്യൂസെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് ഓയിൽ പുറത്തേക്ക് വരും. ഇത് തന്നെയല്ലേ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ? ഈ കഴുത്തിലേക്ക് കുറേ സിലബസ് ഇട്ട് കൊടുത്ത് അങ്ങനെ ആട്ടിച്ചെടുക്കില്ലേ ഇപ്പം? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ, വല്ല വ്യത്യാസമുണ്ടോ? അവരുടെ കഴുത്തിലേക്ക് ഈ കാളയെപ്പോലെ ഈ മുഖം എന്താ വെച്ചാൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അവരങ്ങനെ ചിലപ്പോൾ IT ആയിരിക്കും, അതങ്ങനെ പഠിച്ചോളൂ, അതങ്ങനെ ആട്ടിക്കോളും. അവരിലെ സ്വന്തമായ ക്രിയേറ്റിവിറ്റി, സ്വന്തമായ സാമർഥ്യങ്ങളൊന്നും അവർക്കൊക്കെ കാണിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പറയൂ കുറവാണ്. ഇപ്പം അടുത്ത കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ പ്രക്രിയ ഉണ്ടെന്നോ, അതായത് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മുൻപരിചയവുമില്ലാതെ ഒരു അതിൻ്റെ ഒരു ABCD അറിയാതെ ഏതൊക്കെയോ തുടങ്ങി. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ തന്നെ സ്റ്റാർട്ടപ്പിന് വേണ്ടി ബാങ്ക് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ നോട്ടീസ് വന്ന് കിടക്കുന്നവരുടെ എണ്ണം സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളുകളേക്കാൾ കൂടുതലാണ്. കാരണം അവസാനം 7-ലും 8-ലൊക്കെ പൊട്ടി, മനസ്സിലായില്ലേ? എമ്പുരാനെ പോലെ 18 കെട്ടും കട്ടി. ഈ അവസ്ഥയിലാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ പലതും. നിങ്ങൾ നോക്കും, ഇപ്പോൾ ഈ പാലക്കാട്, നിങ്ങൾ ഇരിക്കുന്ന ഈ പാലക്കാട് എത്ര സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവും? എത്ര പേരത് സക്സസ്ഫുള്ളി കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടാവും? എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം അവനവൻ്റേതായിട്ടുള്ള ഒരു കഴിവും കൺവിക്ഷനും കോൺഫിഡൻസും ഉള്ള ജനറേഷൻ വളരെ ഉറക്കെ പറയൂ കുറവാണ്. എടുത്തുചാട്ടം. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ബൈജൂസ് ആപ്സ് എന്നൊക്കെ പറഞ്ഞ് 26,000 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കി. കാരണം അന്ന് കോവിഡാണ്, ഓൺലൈൻ പഠനത്തിന് വളരെ സാധ്യതയുള്ള ഒരു കാലമായിരുന്നു. ഇന്നിപ്പോഴാണ് 7 സൂട്ട് വന്ന് കിടക്കുകയാണ് ആ മനുഷ്യൻ. എപ്പോൾ സൂയിസൈഡ് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലായില്ല? അത്രയും പാപ്പറായിട്ട് ബാങ്ക്രപ്സി വന്ന് ഒരു തരത്തിലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇതിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആർക്കും ഒരു സ്വന്തം കൺവിക്ഷൻ വേണ്ടേ? പോകുന്ന ഡയറക്ഷൻ ശരിയാണോ അല്ലേ എന്നുള്ളത്. അവരും പറയുന്നത് കേൾക്കും, ഇവരും പറയുന്നത് കേൾക്കും. നിങ്ങൾ വിജയമലയുടെയൊക്കെ കഥ കേട്ടിട്ടില്ലേ? ഇത്രയും വലിയ സക്സസ്ഫുൾ എൻ്റർപ്രണറാണ്, ബിസിനസ്മാനാണ്, ഇത്രയും ഹൈലി അക്കംപ്ലിഷ്ഡ് സക്സസ്ഫുൾ ബിസിനസ് മാൻ ഇൻ ദ വേൾഡ്. ഹീ ഈസ് ഇൻ എ കംപ്ലീറ്റ്ലി ഇൻ എ കട്ടർ. ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു ജീവിതം തരിപ്പണത്തിലാക്കിയില്ലേ അയാൾ. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പാലക്കാട്ടുകാരനാണ്, വിഷമിക്കണ്ട. ഒരു നെടുങ്ങാടി സാറുണ്ട് അതിൻ്റെ പിന്നിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കയറി ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ള
സ്പോർട്സിലും ഫോർമുല 1ഉം 2ഉം 3ഉം അടിച്ച് കയറി അവസാനം പാപ്പരായി തകർന്ന് തരിപ്പണായി ഇന്ത്യയിലേക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥ. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ആ വിജയമലയാണ് ശബരിമല അമ്പലത്തിന് സ്വർണം പൂശിയത്. ആ ശബരിമല അമ്പലത്തിലെത്തുമ്പോൾ വിജയമലി ഓർമ്മ വരും. ആ സ്വർണം പൂശിയത് അയ്യപ്പൻ്റെ ശ്രീകോവിൽ സ്വർണം പൂശിയത് ആരാണ്? വിജയമല. അതും ബീറിൻ്റെ പൈസ കൊണ്ടാണ് പൂശിയത്. നന്നായില്ലേ അത്? ഈ ഒരവസ്ഥ നോക്കൂ നിങ്ങൾ. അയാൾ ബീർ കമ്പനി കൊണ്ട് കിംഫിഷർ ബീർ കമ്പനി കൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാക്ഷാൽ അയ്യപ്പൻ പോലും പറയും, എടാ എൻ്റെ മുള്ള ബീറിൻ്റെ പൈസയും കൊണ്ട് സ്വർണം പൂച്ചിട്ട് അവർ പിന്നെ ഗതി കൊടുക്കും ഭഗവാൻ. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എടുത്തു ചാടാൻ എളുപ്പമാണ്, കൂടെ 10 പേരിൽ നിന്ന് നമ്മളെ പൊക്കി വയ്ക്കാനും എളുപ്പമാണ്. പക്ഷേ ശരിക്കും പോകുന്ന വഴി അതാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ ആർക്കും വഴി കാണിച്ചു തരാൻ പറ്റില്ല. അതിനാണ് ഭാഗവതം. പോകുന്ന വഴി വ്യക്തമാവണം. അതാണ് പണ്ടുള്ളവർ പാടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? വലിയൊരു കാട്ടിലകപ്പെട്ടേനഹം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. വലിയൊരു കാട്ടിൽ. എത്ര സത്യമാണത്! ഒരു കാട്ടിലാണ് മനുഷ്യനകപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇതൊരു കാടെന്ന് പറയുന്നത് വളയാറുള്ള കാടല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിച്ചത് ജീവിതത്തിൻ്റെ ഒരുപാട് ചിലരുടെ പ്രോത്സാഹനങ്ങളോ അല്ലെങ്കിൽ ചിലരുടെ പ്രേരണകളോ പ്രലോഭനങ്ങളോ, അങ്ങനെ പ്രലോഭനങ്ങളുടെയും പ്രോത്സാഹനങ്ങളുടെയും പരീക്ഷണങ്ങളുടെ ഒരു ലോകത്തിൽ മനുഷ്യൻ നിൽക്കുകയാണ്. ഇതിലേതിലൂടെ പോകണം എന്നുള്ളൊരു വഴി അറിയാതെ പോയാൽ ആവേശത്തിൽ നമ്മളങ്ങനെ പോവും. കുട്ടി തിരമാല കാണുന്ന സമയത്ത് ആ തിരമാലയുടെ ഒരു രസത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കുട്ടി അറിയുന്നില്ല തിരമാല തന്നെ എടുത്തു കൊണ്ടുപോകുന്നു. എന്ന പോലെ പല ആവേശങ്ങളിലും അമിതാവേശങ്ങളിലും എടുത്തുചാട്ടങ്ങളിലും എടുത്തു ചാടിപ്പോയി പിന്നീടാണ് മനസ്സിലാവുക ഇതായിരുന്നില്ല എൻ്റെ ജീവിതം. പക്ഷേ കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് കാര്യം? അവിടെയാണ് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ പോവേണ്ടതായ ഒരു വ്യക്തമായ ദിശ, ഡയറക്ഷൻ. സത്യം പരം ധീമഹി, പരമമായ സത്യത്തിൻ്റെ ഒരു മാർഗം അത് നമുക്ക് കാണിച്ചു. ഏത് ഡയറക്ഷനിൽ മനസ്സും ബുദ്ധിയും കൊണ്ടുപോയാൽ ജീവിതം നമുക്ക് ഒരു അസറ്റാക്കി മാറ്റാം. ഒരു സംതൃപ്തിയുടെ, ധന്യതയുടെ, കൃതാർത്ഥതയുടെ, അനുഗ്രഹത്തിൻ്റെ ആവിഷ്കാരമാക്കി മാറ്റാം. ഒരു സെലിബ്രേഷനാക്കി മാറ്റാം. എങ്ങനെ നമുക്ക് സാധിക്കും? അത് നമുക്ക് വളരെ ഡീറ്റെയിലായിട്ട് ഭാഗവതം കാണിച്ചു തരാണ്. അത് നമുക്ക് അടുത്ത സെഷൻ മുതൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്താം. ഇവിടെ നമുക്ക് ഉപസംഹരിപ്പിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഡീറ്റെയിലായിട്ട് എല്ലാവരും ഗീതാ പുസ്തകമൊക്കെ കയ്യിൽ വെച്ചാൽ നല്ലതാണ്. പഠിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിലൊരു പുസ്തകമൊക്കെ കയ്യിൽ വെച്ചാൽ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പറയാനും താല്പര്യമുണ്ട്. ഈ പഠിക്കാൻ താല്പര്യമുള്ളവരുടെ മുന്നിലുണ്ടല്ലോ, അത് സത്യത്തിൽ നമ്മൾ പഠിച്ചു പറയുന്നതല്ലെന്നോ. ഈ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനനുസരിച്ചായിരിക്കും പറയുന്നവരുടെ ആ ഒരു ഇതിനെ പറയുന്ന വേവ് ലെങ്ത് എന്ന് പറയാം. മനസ്സിലായില്ലേ? അത് മുന്നിലുള്ളവർക്ക് എത്രമാത്രം ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ പറയുന്നവർക്ക് അങ്ങനെ ഫ്ലോ വരും. അതൊരു കണക്ഷനാണത്. വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഇതൊരു മറ്റൊരു വൈവാണത്. ഇതൊരു കണക്റ്റാണത്. ആ കണക്ഷൻ അങ്ങോട്ട് പോയിക്കോളൂ അത്. അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്ത സെഷൻ മുതൽ വളരെ ഡീറ്റെയിലായിട്ട് ഭാഗവതത്തെ മനസ്സിലാക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.